റഷ്യൻ ബോംബറുകൾ രാജ്യത്തിന് ചുറ്റുമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന് മുകളിലൂടെ പറന്നുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജപ്പാൻ. ഇതോടെ യുദ്ധവിമാനങ്ങൾ പ്രത്യാക്രമണം നടത്താൻ ജാഗ്രതയോടെ സന്നദ്ധരായെന്നും ജപ്പാൻ സർക്കാരിന്റെ ഉന്നത വക്താവ് അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ സൈനിക ബോംബറുകളും യുദ്ധവിമാനങ്ങളും ഓക്കോൾസ് ജപ്പാൻ കടലുകളിൽ വട്ടമിട്ട് നിരീക്ഷണം നടത്തിയതായി ജപ്പാനിൽ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി പറയാൻ നിലവിൽ കഴിയില്ല. എന്നാൽ ജപ്പാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം തുടർച്ചയായി സജീവമാണെന്നും ജപ്പാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ റഷ്യൻ യുദ്ധവിമാനം ടെറിട്ടോറിയൽ വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജപ്പാൻ റഷ്യയോട് ഉന്നയിക്കുകയുമുണ്ടായി. എന്നാൽ റഷ്യ ഇത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രദേശത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയും പട്രോളിംഗ് തുടരുമെന്ന് ജപ്പാൻ പ്രതിനിധി അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിനിടയിലാണ് ജപ്പാൻ കടലിലെയും ഓക്കോൾസ് കടലിലെയും അന്താരാഷ്ട്ര ജലത്തിന് മുകളിലൂടെ 2 ലോങ് റേഞ്ച് ബോംബറുകൾ പറന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ടെലിഗ്രാമിൽ അറിയിച്ചത്. റഷ്യൻ ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ 2 ടൂപോളേവ് 95 വിമാനങ്ങൾ 8 മണിക്കൂറിനകം ജപ്പാൻ പ്രദേശത്തുണ്ടായിരുന്നതായും വീഡിയോയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുകയുണ്ടായി.